കണ്ണി കണ്ടതൊക്കെ വലിച്ചു കേട്ടിട്ട് എന്താ ഒന്ന് തടവി തടി. എന്താ ചേച്ചിക്ക് ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? മതി മതി, നീ എനക്കറി ഉപദേശിക്കാനൊന്നും വരണ്ട. ഞാൻ എന്ത് ചെയ്യണോന്നേ എനിക്കറിയാം. ആയിക്കോട്ടെ, എങ്കിലും ഈ ദുശീലമൊക്കെ എന്തിനാ തുടങ്ങിയത്? എടി, നിന്നോട് ആരാ പറഞ്ഞേ ഞാൻ അത് ആദ്യമായിട്ടാന്ന്? ഇന്ന് കുറച്ച് കൂടിപ്പോയി, അത്രേ ഉള്ളൂ. പിന്നെ ദുശീലത്തിന്റെ കാര്യം, ഇത് എനിക്ക് ശീലമുള്ളതാ. ഇതൊക്കെ അമ്മ അറിഞ്ഞോ എന്തുമാത്രം വിഷമിക്കുന്നറിയോ? ഓ എടി, അവരെന്തിനാ വിഷമിക്കുന്നേ? അവർക്ക് കൊടുക്കാത്തോണ്ടാ? അല്ലെങ്കിൽ തന്നെ ഞാൻ മദ്യപിക്കുന്നുണ്ട്, നിന്റെ അമ്മയ്ക്ക് എന്താ പ്രശ്നം? ദേ, നീ കൂടി തുടങ്ങുമ്പോ മതി അവര് വിഷമിക്കാൻ. നീ തുടങ്ങടി. നല്ല സുഖവും നല്ല മനസ്സമാധാനമാ. മോളെ ചിന്നു, നിനക്കറിയാത്തോണ്ടാ നമുക്കിങ്ങനെ പ്രകൃതിയിൽ പാറി പറന്ന് നടക്കാം. ഒരു പ്രശ്നം അറിയില്ലെന്നേ. ചേച്ചിക്ക് ബോധമില്ല, പിന്നെ ഒന്ന് മിണ്ടറിഞ്ഞിരുന്നൂടെ? ബോധത്തിനൊന്നും ഒരു കുഴപ്പമില്ല. നീ ഓരോന്ന് പറഞ്ഞ് എന്നെ കുടുകാരിയാക്കണ്ട. ഇങ്ങോട്ട് നോക്ക്, നിനക്കൊരു കാര്യം അറിയോ? ഈ ലോകത്തില് മനുഷ്യനുണ്ടാക്കിയ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ചാക്കറൊന്നല്ല കേട്ടാ. അതെ, അത് മദ്യ. ചക്രം നമ്മളെ ദൂരോട്ട് കൊണ്ടുപോയെങ്കിലേ മദ്യം നമ്മളിലോട്ട് തന്നെ കൊണ്ടുപോകും. അതെ, ഒരു പെഗ അകത്തോട്ട് ചെല്ലുമ്പോഴേ ഈ ലോകത്തിന്റെ കപട മുഖം അഴിഞ്ഞു വീഴും. അവിടെ രാജാവെന്നോ പാവപ്പെട്ടവനെന്നോ ഒരു വ്യത്യാസമില്ല മോളെ. എല്ലാവരും ഒരേ ലഹരിയില. അതില് നീയും പങ്കുചേരണമെന്നാ എന്റെ ഒരു അഭിപ്രായം. നീ മാത്രമല്ല, ഈ വീട്ടിലുള്ള എല്ലാവരും. എന്താ ഇവിടെ? ഇതാരാ? എന്റെ സുന്ദരി അമ്മായിമ്മയാ. അങ്ങോട്ട് തിരിഞ്ഞേക്ക്. ചിന്നു, ഇത് നോക്കിയേ, അമ്മ ഈ ആഭരണമൊക്കെ ഇട്ട് നിക്കുന്നത് കണ്ടോ? സുന്ദരി, ഈ പാതിരാത്രിയില് ഇത്രയും ഒരുങ്ങി നിൽക്കുന്ന ആരെങ്കിലും നീ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? ഏതുറക്കത്തിലും അമ്മയെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാ. അതും അമ്മയുടെ ഒരുക്കം അല്ലേ?